അതിന് നെക്സ്റ്റ് ടൈം വരുമ്പോഴേ നമ്മൾ റെഡിയാക്കാം. അങ്ങനെ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് കാസർഗോഡ് പോകണം. ഇവിടെ നമ്മൾ ബാക്കലിലാണ് ഇന്നലെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു അടിപൊളി ലൊക്കേഷനിലുണ്ട് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ വീട്ടിലെത്താൻ കുറച്ചിങ്ങോട്ട് ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് സൈക്കിളായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല, നമുക്ക് ഉരുട്ടി പോകാനേ പറ്റുള്ളൂ. നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളോട്ട് പോയിട്ടായിരുന്നു അവരുടെ വീടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിനി പോകാൻ നിൽക്കുകയാണ്. നമുക്കിനി ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും പോകാനില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ കംഫർട്ട് അനുസരിച്ച് അങ്ങനെ റൈഡ് ചെയ്യാൻ വിചാരിച്ച് നമ്മൾ കുറച്ച് നേരത്തെ പോകണം വിചാരിച്ചിരുന്നു. പക്ഷേ അതിന് പറ്റിയില്ല. നമുക്ക് പോണ വഴിയിൽ ഇനി ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ട്. നമുക്ക് സാറാസ് എന്ന് പറയുന്ന ഒരു സൈക്കിളിൻ്റെ ഷോപ്പുണ്ട് കാസർഗോഡ്. അവർ നമ്മുടെ അടുത്ത് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് പരിചയപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ടായിന്, അവന് അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിന്. ഞങ്ങളങ്ങനെ റൈഡ് ചെയ്ത് ക്ഷീണിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്. പേരെന്താ പറഞ്ഞത്? രജീഷ്. അവിടെ സ്ഥലം മാങ്ങാട് അണിഞ്ഞ അടുത്ത ഒരു കിലോമീറ്റർ അപ്പുറം. ഓക്കെ. അപ്പോൾ ശരി. അപ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ ആശംസകളും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ജേർണി. അടി കിട്ടണം നമുക്ക്. അതാണ് ഷോപ്പ്. ഇത് 8 വർഷമായി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാഹിലിനും ആര്യനൊക്കെ ഭയങ്കര സന്തോഷം. അവർക്ക് കുറേ ദിവസമായിട്ട് കളിക്കാൻ കിട്ടാത്ത കുറേ സാധനങ്ങൾ കിട്ടിയ പോലെ ഒരു ഭയങ്കര ഉഷാറായിട്ട് അതിൽ കളിക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷം. നമ്മളവിടെ ചെന്നപ്പോൾ നമുക്കും തന്നെ ഭയങ്കര സന്തോഷം അവിടെ എത്താൻ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഇവരാണ് ഷോപ്പിൻ്റെ ഓണർ. അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും ഭയങ്കര അടിപൊളി. നമ്മൾ ചെന്ന് തൊട്ട് മുതൽ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് വേണ്ടേ ചോദിച്ച് അവിടെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളും എല്ലാം പറഞ്ഞെന്ന് നമ്മളെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിന്. നമുക്ക് ഞാനിവിടെ ഒരു എളിയ സൈക്കിൾ കച്ചവടക്കാരനാണ്. റൈഡറും ആഷിക്കും ഫാമിലി ഇവിടെ വന്നു. വളരെ സന്തോഷം. പേര്? എൻ്റെ പേര് യൂസഫ്. സ്ഥലം? ഞാൻ ഒറിജിനലി പയ്യന്നൂരാണ്. പക്ഷേ ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നത് കാസർഗോഡ് കളനാട്. ഷോപ്പിൻ്റെ ഓണർ. ഇത് ലൊക്കേഷൻ വരുന്നത്? ഇത് കളനാട് എന്താ പറയുക, കാസർഗോഡ് കളനാട്. ആഷിക്കിനും ഫാമിലിക്കും ഓൾ കേരള ടൂറിന് ഭാഗമായാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക്സ്. അവരവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് മോൻക്കും ഞങ്ങൾക്കും സൈക്കിൾ വെക്കേണ്ട ലൈറ്റ്, പിന്നെ രണ്ടാൾക്കും ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തു. എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ അത്യാവശ്യം വലിയൊരു സൈക്കിൾ ഷോറൂം തന്നെയാണ് അത്. ഒരുപാട് കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരുപാട് സൈക്കിളും ടോയ്സും എല്ലാം അവിടെ ഉണ്ട്. അവർ 2 ഗേൾസ് സ്റ്റാഫും പിന്നെ ഇവരും അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഒരുമിച്ച് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. പിന്നെ നമ്മൾ ഏകദേശം ഒരു ഉച്ച 1 മണിയൊക്കെ ആയിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. കാഹലിന് നല്ലൊരു അടിപൊളി സ്പെക്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഈ റൈഡ് തുടങ്ങിയിട്ട് 2ാമത്തെ സ്പെക്സാണ് കിട്ടുന്നത്. കാഹലിനാണ് സത്യത്തിൽ റൈഡ് തുടങ്ങിയപ്പോൾ ഗിഫ്റ്റുകൾ ഒരുപാട് കിട്ടുന്നത്. പിന്നെ നമ്മളത് കഴിഞ്ഞ് ഒരു 1 മണി കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ പിന്നെ നമ്മൾ ഒരു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ആരെയും കൊണ്ട് പിന്നെ റൈഡ് ചെയ്ത് പോകുന്നത് അത്ര സേഫ് അല്ല. അപ്പം നമ്മൾ വിചാരിച്ച് ഇന്ന് അവർ പറഞ്ഞു അവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ആക്കുമ്പോൾ എണീറ്റിട്ട് പോയാൽ മതി. അപ്പോൾ അവിടെ ഒരു റെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പം നമുക്കും അവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ റൈഡ് ചെയ്ത് പോവാൻ വിചാരിച്ച്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഫുഡ് അവിടെ അടുത്തുള്ള ഒരു തവാറയാണ് ഒരു റെസ്റ്റോറൻറ്റ്.
അടിപൊളി ഫുഡാണ്. ഒരുപാട് ഫിലിം സ്റ്റാർസൊക്കെ വന്ന് കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കട ഷട്ടറൊക്കെ ഇട്ടിട്ട് എനിക്ക് മനസ്സിലായത് ആ ഒരു കടയിലുള്ള ഒരു യൂസഫ് അവർ ഭയങ്കര അടിപൊളിയാണ്. കാരണം സ്റ്റാഫുകളില്ല പറഞ്ഞിട്ടും ഞങ്ങളും വരെ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാറുണ്ട്. ഷട്ടറൊക്കെ ഇട്ടിട്ട് അവരെ കൂട്ടിയിട്ട് പോയത്. പൊതുവെ അങ്ങനെ ആരും ചെയ്യില്ല. ആരെങ്കിലും ഒരാളവിടെ നിർത്തിയിട്ടൊക്കെ പോരെ. ഇവർ എന്താ വെച്ചാൽ അത്രയും സ്റ്റാഫുകളോടാണെങ്കിലും നമ്മളോടൊക്കെ ഭയങ്കര ഉഷാറായിട്ടാണ് പെരുമാറുക. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നോർമലി നമുക്കങ്ങനെ ഫുഡ് വിശന്നിട്ടുണ്ടായില്ല. നമ്മൾ പോന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ഐറ്റം മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അത്ര വിശപ്പൊന്നും ഇല്ലാണ്ട് കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. കായലിനൊന്നും അങ്ങനെ ഫുഡ് വേണ്ട പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഭയങ്കര നല്ല സന്തോഷത്തോടെയാണ് നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടത്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ആൾക്കാർ നമ്മളെ സ്വീകരിക്കും, നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന യാത്രയോട് ഉള്ളൊരു ഇത് അവർ എഫേർട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കും തന്നെ ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ കാസർഗോഡാണ് പോകുന്നത്. കാസർഗോഡ് ടൗണിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടി നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കാസർഗോഡ് ഒരുപാട് ദിവസമൊന്നും കറങ്ങണില്ല. 1-2 ദിവസം നിന്നിട്ട് തിരിച്ചു പോരാന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇത് ചന്ദ്രഗിരി ഫോർട്ട് പറയുന്ന അവിടെ ഉള്ളൊരു സ്പോട്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വേണ്ടിയില്ല എന്നല്ല, നമ്മൾ സൈക്കിളിലായതുകൊണ്ട് അങ്ങോട്ട് അത്യാവശ്യം നമുക്ക് കയറ്റം ഇറക്കം കുത്തനെയുള്ള കയറ്റം ഇറക്കമുള്ളൊരു റോട്ടിൽ കൂടെ നമുക്ക് പോകേണ്ടിയിരുന്നത്. നമ്മൾ അത്ര എഫേർട്ട് എടുത്തൊക്കെ വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല, മനുഷ്യനൊന്നുമില്ല. ഞങ്ങൾ മാത്രമുള്ള ഉണ്ടായിരുന്നത്. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്. എന്തുകൊണ്ടാണ് അതിങ്ങനെ കിടക്കണം എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവിടെയുള്ള ആൾക്കാരൊന്നും അങ്ങനെ വിസിറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. പക്ഷെ അതങ്ങനെ കാട് പിടിച്ച് ആരും വരാണ്ട് നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടെ ഷിദ്മാൻ്റെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് എത്തുമ്പോൾ എന്തായാലും വിളിക്കണം എന്നുള്ളത്. അങ്ങനെ അവൻ്റെ കൂടെ പിന്നെ അവനും ഉണ്ടായിരുന്നു, അവൻ്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് അവിടുന്ന് അന്നത്തെ ദിവസം അപ്പോൾ ഈവനിങ് നമ്മൾ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവന്. അങ്ങനെ അവൻ പറഞ്ഞു അവിടെ അവരൊക്കെ കോമൺ ആയിട്ടിരിക്കുന്നൊരു സ്പോട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് നേരം ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ നമുക്ക് അവിടെ കോമൺ ആയിട്ട് പോകേണ്ട സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മളിതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യം കാസർഗോഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗോവയിൽ കാറിൽ ബൈ റോഡ് ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് ഡേ കാസർഗോഡാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ് സ്റ്റേ ചെയ്തപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്ത് പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിൻ്റെ അടുത്തവിടെ ആയിട്ട് നമ്മളന്ന് റൂം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കായലും ആരിനും ഒക്കെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ സംസാരിച്ചിരിക്കുകയാണ്. അവർ പുറത്താണ് വർക്ക് ചെയ്യണത്. വൈഫ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു മോളും ഉണ്ട്. പിന്നെ ഓൾറെഡി ഇപ്പോൾ വൈഫ് പ്രഗ്നൻ്റാണ്. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവർ മീറ്റ് ചെയ്യാൻ വന്നതാണ്. നമുക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ചെയ്തപ്പോൾ. അങ്ങനെ നമ്മൾ അവിടുത്തെ അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ നല്ലൊരു ഫോട്ടോസും അവനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇക്കാൻ ഞങ്ങളെ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഇക്കാൻ്റെ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. അങ്ങനെ ചെയ്യൽ നമ്മൾ ഒരുമിച്ചുള്ള വീഡിയോസ് നമുക്ക് കിട്ടൽ കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അവനുള്ളതുകൊണ്ട് തന്നെ കവർ ചെയ്ത് തന്നു. നമ്മൾ ഈ ഒരു യാത്രേൻ്റെ ഇടയിൽ എല്ലാവരും പറയലുണ്ട് നിങ്ങൾ ഒന്നിച്ച് പോകുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ടോയെന്ന്. പക്ഷേ നമുക്ക് സത്യത്തിൽ അത് പറ്റാത്തത് അതുകൊണ്ടാണ്. നമുക്ക് കുട്ടികളും ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞു. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരിയൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യലുണ്ട്. അങ്ങനെ ഏകദേശം ഈവനിങ് ആയി. പിന്നെ അവിടെ മാലിക്കിൻ്റെ മസ്ജിദ് കാണണമെന്നുള്ളത് നമുക്ക് പോയപ്പോൾ തന്നെ ഉള്ളൊരാഗ്രഹമാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ടൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ അവൻ്റെ പിന്നാലെ നമ്മൾ അവിടെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്, അങ്ങനെ ഒരുവിധം അവിടുത്തെ എല്ലാ ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും നമ്മൾ എവിടെ നിന്നാണ് വരണമെന്നൊക്കെ ചോദിച്ച് നല്ല സ്വീകരണമായിരുന്നു. ടൗണിൽ കൂടെ കുറച്ച് നേരം നമ്മളിങ്ങനെ കറങ്ങി അവിടെയുള്ള ഏരിയാസൊക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മൾ ഈ ഒരു യാത്ര കാസർഗോഡ് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് ഫസ്റ്റ് ഒരു എന്താ ഇപ്പം നമ്മളൊരു മലബാർ ഏരിയ, ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 4 ജില്ലകൾ ഓൾറെഡി നമ്മളിപ്പം കവർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം നല്ലോണം ഉണ്ട്. നമ്മൾ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു എന്താ അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഇത്ര വരെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇതേപോലെ ഓൾ കേരള ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ട കേട്ടോ. അവനും ഇതേപോലെ കേരളം മൊത്തം കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പക്ഷേ ഒറ്റക്കാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. നമ്മളെ യാത്ര തികച്ചും വ്യത്യസ്തമാണല്ലോ. നമ്മൾ പോണ വഴികളൊക്കെ കണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് പതിയാണ് നമ്മൾ ഈ ഒരു റൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പള്ളിയിലെത്തി. അവിടെ പോയിട്ട് ഒരു മോനൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ച് അതിനകത്ത് കൂടെ ഒക്കെ കയറി. ഞാൻ കയറിയിട്ടുണ്ടായില്ല, ഞാൻ പുറത്ത് നിന്ന് കണ്ട്. എന്തായാലും അവരും കൂടെ ഉള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു, അവരുടെ വൈഫും കാര്യമൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല നമ്മൾ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ നമുക്ക് സൈക്കിള് ഭയങ്കര തിരക്കായിരുന്നു. സൈക്കിള് പാർക്ക് ചെയ്യാനൊക്കെ അവിടെയുള്ള ആൾക്കാർ നമുക്ക് സ്പേസ് ആയിട്ട് നല്ലൊരു സ്പേസൊക്കെ കാണിച്ചു തന്ന് നല്ല കാസർഗോഡ് മൊത്തത്തിൽ നമുക്ക് എത്തിയപ്പോൾ സംസാരിച്ച് നിൽക്കാൻ ടൈമില്ലാത്ത പ്രശ്നമാണ്. അത്രയും ആൾക്കാർ നമ്മൾ ഓടിച്ച് പോണതിൻ്റെ ഇടയിൽ നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ നമുക്ക് ആ ഒരു ഈവനിങ് ആയതുകൊണ്ട് സമയം ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പേരോട് സംസാരിക്കാൻ പറ്റാത്തത്. സത്യത്തിൽ അവിടെ നിന്ന് എല്ലാവരും നമ്മൾ റൈഡ് ചെയ്ത് പോണത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാളെ നമ്മൾ സൈക്കിളും കാര്യങ്ങളും അപ്പോൾ കോഴിക്കോടേക്ക് തിരിച്ച് ട്രെയിനിൽ വിടണം. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ട്രെയിനിൽ അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. നമ്മൾ ഇനി കോഴിക്കോട് നിന്ന് പിന്നെ വയനാടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ പിറ്റേ ദിവസം ഒരു താജിക്കാരൻ്റെ ഫ്രണ്ടാണ് യൂനിസ്ക, അവർ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി ഫുഡും ഒരുപാട് ഫുഡുകൾ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഇറച്ചിച്ചോറ് ഇതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. അവിടെ നിന്ന് ഇറച്ചിച്ചോറ് കഴിച്ചു. അവരതേമാതിരി അവർക്ക് ഡ്രസ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പാണ്. അവർ റണ്ണിങ് മെറ്റീരിയൽസും അതേപോലെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന കടകളാണ്. അപ്പം നമ്മളടുത്ത് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല നമ്മൾ ചെന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ലേഡീസിനും ജെൻസിനൊക്കെ പറ്റിയ ഇപ്പോഴത്തെ മോഡൽ ഡ്രസ്സുകൾ അടിക്കാൻ പറ്റിയ ഒരുപാട് ക്ലോത്തുകൾ ഉണ്ടായിന്. അതായത് ഇപ്പോൾ ഇങ്ങനെ കല്യാണത്തിനൊക്കെ ജെൻസൊക്കെ ഒരുപോലത്തെ കുർത്താസൊക്കെ അടിക്കണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ക്ലോത്തുകൾ. അതേപോലെ തന്നെ വെഡ്ഡിങ് ഡ്രസ്സിന് പറ്റിയ ക്ലോത്തുകൾ. അവർക്ക് മുകളിൽ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, ഡൈയിങ് യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ലോകം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ. നമ്മളങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്ത് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ അവിടെ നിന്നു. സത്യത്തിൽ ഇപ്പോൾ ഇത്രയും ദിവസം കാസർഗോഡ് നിന്നതിൽ നമുക്ക് അത്രയും ആൾക്കാരുടെ നിന്ന് ഹെൽപ്പും ഒരുപാട്. നമുക്ക് കുറച്ചും കൂടി തോന്നിയ ദിവസം കാസർഗോഡ് നിൽക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാസർഗോഡ് റൂം സ്റ്റേ നമുക്ക് അത്യാവശ്യം എക്സ്പെൻസീവും ആയിരുന്നു. പിന്നെ നമ്മളടുത്തുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വയനാടാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കോഴിക്കോട് 2-3 ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വയനാട് താമരശ്ശേരി ചുരം കയറി പോകാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം.